സ്നേഹയ്ക്ക് നാണയ ശേഖരണം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? പക്ഷെ നാണയങ്ങൾ ശേഖരിക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ? പക്ഷേ 2400 വർഷം പഴക്കമുള്ള നാണയങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് ബ്രോഡ്വേയിലെ വഴിയോരത്തെ നോട്ടുകൾക്കും നാണയങ്ങൾക്കും ലക്ഷങ്ങളുടെ മൂല്യങ്ങളാണുള്ളത്. അതായത് മുഗളന്മാരും ചോളന്മാരും ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള നാണയങ്ങൾ വരെ ഇവിടെ കിട്ടും. ഈ ഓണത്തിന് കുറച്ച് നാണയ ശേഖരണത്തിൻ്റെ കഥ കേട്ടാലും കേൾക്കാം. 74 വർഷം പഴക്കമുള്ള നാണയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ബ്രോഡ്വേയിലെ വഴിയോരത്തെ നോട്ടുകൾക്കും നാണയങ്ങൾക്കും ലക്ഷങ്ങളുടെ മൂല്യമാണുള്ളത്. അങ്ങനെ മുഗളന്മാരുടെയും ചോളന്മാരുടെയും ടിപ്പു സുൽത്താന്റെയും കാലത്തുള്ള നാണയങ്ങൾ വരെ ഇവിടെ കിട്ടും. എറണാകുളം ഉദയംപേരൂർ സ്വദേശിയായ പി അരവിന്ദേക്ഷൻ ആണ് വർഷങ്ങളായി നാണയ ശേഖരണം നടത്തുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ ആന്റി ഷോപ്പ് ആയിരുന്നു നടത്തിയിരുന്നത്. പിന്നീടാണ് വഴിയോര കാഴ്ചകൾ എന്ന ആശയം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചത്. തുടർന്ന് ആ ഒരു പടിയിലേക്ക് കടക്കുകയായിരുന്നു. 2015 ഏപ്രിൽ 10 അദ്ദേഹം ഈ കാര്യത്തിന് തുടക്കം കുറിച്ചത്. ഓരോ നാണയത്തിന്റെ പ്രത്യേകതയും വർഷം ഉൾപ്പെടെ ഓർമ്മയിലെടുത്ത് പറയും. ഇതിനോടകം തന്നെ നിരവധി നാണയങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിറ്റുപോയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം നാണയത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. പി അരവിന്ദാക്ഷൻ കൊച്ചിൻ കോയിൻസ് എന്ന് പേരിട്ടത് 2005 മുതലാണ്, 15 മുതലാണ്. കാരണം ഞാൻ ആൻറ്റിക് ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. ഉദയംപേരൂർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വഴി എന്ന് പറഞ്ഞ സ്ഥലം കടയാക്കിയപ്പോൾ വഴിയോര കാഴ്ച എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളുടെ പുരാതന വസ്തുക്കൾ മുഴുവൻ അവിടെ ശേഖരിച്ച അനേകം ആൾക്കാർ, വിദേശികളൊക്കെ എൻ്റെ സ്ഥാപനത്തിൽ വരുമായിരുന്നു. അതിന് വേല വെച്ചവൻ BN ശിവശങ്കരനാണ്. അവൻ്റെ ഫോട്ടോ ആണ് കിടക്കുന്നത്. അവനെ ഞാൻ ഇവിടെ 18 കൊല്ലമായിട്ട് അവോയ്ഡ് ചെയ്തു. അവനെനിക്ക് വേണ്ട. ഭാവി കുറ്റം ചെയ്യാതെ വക്കീലുണ്ടല്ലോ. അതിനുശേഷമാണ് ഞാൻ നാണയ പ്രദർശനത്തിലേക്ക് മറൈൻ ഡ്രൈവിലേക്ക് വരിക. അല്ല, കളക്ട്രേറ്റിലായിരുന്നു. 2015 ഏപ്രിൽ 10 മുതൽ തുടങ്ങി. 5 ദിവസം അവിടെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ പിന്നെ മെട്രോയിൽ വന്നത്. പാലം പണിയുന്നതിന് മുമ്പ് വൈറ്റിലാണ്. അതിനുശേഷമാണ് മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത്. ആ മറൈൻ ഡ്രൈവിൽ വന്നപ്പോഴത്തേനും ആദ്യം പോലീസ് ഭീഷണിപ്പെടുത്തി. പോലീസിന് ആർവിയെന്ന് രൂപം കൊണ്ട് ഇന്ത്യൻ കരസേന പ്രാബല്യത്തിൽ വന്ന് ആരൊക്കെ ഇന്ത്യ ഭരിച്ചിരുന്നു, ഗാന്ധി എന്ന് ജനിച്ചു എന്ന് വധിക്കപ്പെട്ടു 8ാമത്തെ വയസ്സിൽ എന്ന് വെള്ളിയാത്ര നടത്തി. ഇത്രയും കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരൻ ടൈഗർ കോയിൻ ഇറക്കി. അവൻ നാട് വിട്ടു പോകണം. അതിനുശേഷം അവർ വീണ്ടും ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ 1950-56 വരെ നെൽക്കതിർ കോയിൻ ഇറക്കി. അവർ ചെയ്തതിൻ്റെ കാട്ടിലെ മൃഗം ടൈഗറും മനുഷ്യന് തിന്നാൻ അരിയുക എന്നുള്ള അത് അവരുടെ ബുദ്ധിമാന്മാരാണ്. അവർ മോശക്കാരെന്ന് പറയാൻ പറ്റില്ല. അതോടകം എനിക്ക് ഇതിനോട് കമ്പം തോന്നി. കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകും. തിരുവനന്തപുരം, വർക്കല, പാല, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കാസർഗോഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും. അപ്പോൾ എൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി മറൈൻ ഡ്രൈവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കം ഇവിടെ നിന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരണം. അനേകം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, 2-3 ചാനലിൽ വന്നിട്ടുണ്ട്. ആൾക്കാർ എന്നെ ആവശ്യപ്പെട്ടാണ് വരുന്നത്. അല്ലാതെ ഞാൻ എന്നെക്കുറിച്ചുള്ള സംഭവങ്ങൾ എടുക്കൂ എന്നും പറഞ്ഞ് ഞാൻ ചെല്ലില്ല. ഒരു സ്റ്റുഡൻസ് വന്നാലും അല്ലെങ്കിൽ ഒരു കാണാത്ത ഒരാൾ വന്നാലും അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് കോയിൻ കളക്ഷൻ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, ഞാനൊരു സീനിയറാണ്, നിങ്ങൾക്ക് അത്രയും പ്രായമില്ല, നിങ്ങൾക്ക് ആ കോയിൻ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഏതൊക്കെ കോയിനാണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഡച്ച്, റോമൻ, ട്രാവൻകൂർ, ഈസ്റ്റ് ഇന്ത്യ, ബ്രിട്ടീഷ്, ഇന്ത്യ, അങ്ങനെ ഒരുപാട് കോയിനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാ കോയിനുകളും ഞാൻ ശേഖരിക്കുന്നുണ്ട്, നോട്ടുകളും ശേഖരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന നോട്ടിൻ്റെ ഒരു നോട്ടിൻ്റെ എമൗണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും. 5 കോടിയുടെ നോട്ട് വരെ, 500 കോടിയുടെ നോട്ട് വരെ എൻ്റെ കൈവശമുണ്ട്. 30 കൊല്ലം മുമ്പ് 10 കോടിയുടെ നോട്ട് കണ്ടവരെന്നെ തട്ടിക്കളഞ്ഞാണ്. 2-3 റോബറി നടന്നിട്ടും അതിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് കടക്കുവാണ്.